പുനലൂർ രാധാസ്, ചൗക്ക് റോഡ്, പുനലൂർ. ഫോൺ 0475222865. അന്തിയുറങ്ങാൻ ഇടം ലഭിച്ച സന്തോഷത്തിലാണ് കൊല്ലം ജില്ലയിലെ 13 കുടുംബങ്ങൾ. ആവണീശ്വരം APAPM സ്കൂളിൽ നടന്ന ചടങ്ങിൽ വികാരനിർഭരമായാണ് ഓരോ കുടുംബങ്ങളും താക്കോൽ ഏറ്റുവാങ്ങിയത്. ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും മാതൃഭൂമിയും ചേർന്നാണ് എൻ്റെ വീട് പദ്ധതിയിലൂടെ 13 കുടുംബങ്ങൾക്ക് വീടൊരുക്കി നൽകിയത്. റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ ഓരോ കുടുംബത്തിനും താക്കോൽ കൈമാറി. പ്രളയം സമീപ ഭൂതകാലത്ത് തന്നെ കേരളത്തെ ഞെട്ടിച്ച കൊക്കയ്യാറും കുട്ടിക്കലും ഇന്ന് നാം എത്തി നിൽക്കുന്ന ചൂരൽമലയും പോലെ ഓരോ ഇടങ്ങളിലും ഉണ്ടാകുന്ന ദുരന്തം തലയ്ക്കുമീതെ വരുത്തി വയ്ക്കുന്ന ദുരന്തങ്ങളുടെ പ്രേമാഴി മലയാളത്തിന് പുതിയ ചിന്തകൾ ആവശ്യമായ ഒരു ഘട്ടത്തിലേക്ക് നാം പോവുകയാണ്. വീടെന്ന സങ്കല്പത്തിൽ മാത്രം ഞാനിപ്പോഴും ഓർക്കുകയാണ് കൂട്ടിക്കര പ്രാപ്പള്ളി മാർട്ടിന്റെ അമ്മയും അവരുടെ ഭാര്യയും 3 കുട്ടികളും. ഒരു വീടിനകത്ത് താമസിച്ചുന്ന 6 പേരും ഒരുപോലെ മരണപ്പെട്ട 24 പേരുടെ മരണത്തിൽ മാർട്ടിന്റെ കുടുംബത്തിൽ മാത്രം നഷ്ടപ്പെട്ട ആളുണ്ട്. അവർ 6 പേരുടെയും മൃതശരീരം എടുക്കാനുള്ള പ്രവർത്തനങ്ങളിൽ അതുമായി ചേർന്നു നിൽക്കേണ്ടി വന്ന ഒരാളാണ്. സത്യത്തിൽ കേരളത്തിൽ എങ്ങനെയെല്ലാം വീട് നിർമ്മിക്കാം എന്ന കാര്യത്തിൽ തന്നെ അടിസ്ഥാനപരമായ ഒരു ധാരണയിലേക്ക് കിടക്കേണ്ട ഘട്ടമാണ് നാം കടന്നു പോകുന്നത്. ഒരു ഭവന നയം കേരളത്തിലെ ഏതെല്ലാം പ്രദേശങ്ങളിൽ നമുക്ക് വീട് നിർമ്മിക്കാനാകും, കേരളത്തിൽ ഏതെല്ലാം പ്രദേശങ്ങളിൽ വീട് എന്ന് മാത്രമല്ല കെട്ടിടങ്ങൾ നിർമ്മിക്കാനാകും, അങ്ങനെ നിർമ്മിക്കപ്പെടുന്ന കെട്ടിടങ്ങൾക്ക് അടിസ്ഥാനപരമായി ഉണ്ടാക്കേണ്ട സവിശേഷതകൾ എന്തൊക്കെയാണ്, ഏതെല്ലാം തരത്തിലുള്ള മെറ്റീരിയലുകൾ ആ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗപ്രദമായി നമുക്ക് ഉപയോഗിക്കാം. കേരളത്തിലെ സ്വാഭാവികമായും നമ്മുടെ കാലാവസ്ഥയ്ക്കും നമ്മുടെ പ്രകൃതി സാധ്യതകളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എന്തെല്ലാം മെറ്റീരിയലുകൾ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് അത്തരം ഒരു നിർമ്മാണത്തിലേക്ക് പോകാൻ കഴിയും എന്ന് അടിസ്ഥാനപരമായി ആലോചിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലേക്ക് കേരളം എത്തപ്പെട്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിയേണ്ടത്. മറ്റവരിങ്ങോട്ട് വന്നിരിക്കാതെ അനിത തലവരിങ്ങോട്ട് ഇരിക്കും. അവരിറങ്ങി അവിടെ അവരിറങ്ങട്ടെ. പത്മാവതി അമ്മ തലവൂര്, ഷാഹിദ കുന്നിക്കോട്, ആവണീശ്വരം APAPM സ്കൂളിലെ വിദ്യാർത്ഥിക്കും പദ്ധതിയിലൂടെ വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ സാധിച്ചു. വികാരനിർഭരമായ ചടങ്ങിൽ നിറഞ്ഞ കരഘോഷത്തോടെയാണ് താക്കോൽദാന ചടങ്ങ് നടന്നത്. കീർത്തി, പത്മാവതിയമ്മ, ദിവാകരനാചാരി, അനിത, ഷാഹിദ ബീബി, സുമ, ശുഭ, PS ഷിജി, രാധാമണി, സജിത, ഗായത്രി, സിന്ധു, അജയൻ പിള്ള എന്നിവർക്കാണ് വീട് ലഭിച്ചത്. ഇതോടെ കൊല്ലം ജില്ലയിൽ എൻ്റെ വീട് പദ്ധതിയിലൂടെ പൂർത്തിയായ വീടുകളുടെ എണ്ണം 130ആയി. ആവണീശ്വരം APAPM സ്കൂൾ മാനേജരും രാമചന്ദ്രൻ നായർ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാനുമായ R പത്മഗിരീഷ് ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. മുൻ MLA K പ്രകാശ് ബാബു പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു.
KPCC എക്സിക്യൂട്ടീവ് അംഗം ജ്യോതികുമാർ ചാമക്കാല, വിളക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KR ശ്രീകല, മുൻ പ്രസിഡന്റ് മുഹമ്മദ് അസ്ലം, പ്രഭാഷകരായ ഡോക്ടർ MM ബഷീർ, പള്ളിക്കൽ സുനിൽ, മാതൃഭൂമി സീനിയർ റീജിയണൽ മാനേജർ NS വിനോദ് കുമാർ, ന്യൂസ് എഡിറ്റർ PV ജ്യോതി, സ്പെഷ്യൽ കറസ്പോണ്ടന്റ് G സജിത് കുമാർ, സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ മീര R നായർ തുടങ്ങിയവർ സംസാരിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ TL കീർത്തി, രഞ്ജിത്ത് C തലവൂർ, രേഖ ബിനു, രാഷ്ട്രീയ കക്ഷി നേതാക്കളായ TM ബിജു, വിളക്കുടി ചന്ദ്രൻ, M നൗഷാദ്, PTA പ്രസിഡന്റ് A നവാബ്, മാതൃസമിതി പ്രസിഡന്റ് സുനിത രാജേഷ്, മാതൃഭൂമി സെയിൽസ് ഓർഗനൈസർ T പ്രമോദ് തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ, പുനലൂർ.